എല്ലാവർക്കും നമസ്കാരം. നാരാസ് ലൈഫ് ലോഗിൽ ഇന്ന് ഞങ്ങളുടെ സെർബിയൻ യാത്രാവിശേഷങ്ങളാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ കളിത്തട്ട് കോൺസ്റ്റാന്റിൻ ദ ഗ്രേറ്റ് എന്ന ദ ഫസ്റ്റ് ക്രിസ്ത്യൻ എംപററുടെ ജന്മസ്ഥലം, അതിബൃഹത്തായ പാരമ്പര്യവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന ബാൽക്കൻസിലെ അതിപുരാതനമായ ഒരു റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ നാഷ്യസ്, ഇന്ന് റിപ്പബ്ലിക് ഓഫ് സെർബിയയിൽ നീഷ് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു പട്ടണം. അധികം പ്രിപ്പറേഷൻസൊന്നും ഇല്ലാതെയാണ് വെക്കേഷൻ്റെ ഒരു പീക്ക് സമയത്ത് എയർബിഎൻബി, മറ്റ് ഫ്ലൈയിങ് ഓപ്ഷൻസ് എല്ലാത്തിലും വെച്ച് വളരെ വയബിളായിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് നീഷ് ചൂസ് ചെയ്തത്. തീരെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത, അത്ര അധികം കാഴ്ചകളൊന്നും ഇല്ലാത്ത ചെറിയൊരു നഗരമാണ്. അതുപോലെ തന്നെ വെജ് ഫുഡ് തീരെ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേയധികം വിഷമിച്ചു. അതിനിടെ വളരെ രസകരമായ ഒരു അനുഭവം ഉണ്ടായത്, ഇന്ത്യൻ പോപ്പുലേഷൻ തീരെ കാണാൻ സാധിക്കാതിരുന്ന ഈ നഗരത്തിൽ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ അലഞ്ഞ് അവസാനം ബ്രെഡും പഴവും വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3 ഇന്ത്യൻ സ്റ്റുഡൻസ്, മെഡിക്കൽ സ്റ്റുഡൻസ് അവിടെ കാണുകയും അവരോട് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ, ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ട് അവർ വീട്ടിലേക്ക് വിളിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ വെജ് പുലാവ് ഉണ്ടാക്കി തന്ന് കഴിക്കുന്ന ഒരു അവസരമുണ്ടായി. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലായി. അവരുടെ സജഷൻസ് പ്രകാരം നീഷ് ഫോർട്രസ്, അടുത്ത് തന്നെയുള്ള നാസി ക്യാമ്പ്, മാർക്കറ്റ്, അങ്ങനെ നീഷിൽ കാണാവുന്ന പരമാവധി ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി. നീഷ് ഫോർട്രസ് എന്നുള്ളത് ഒരു പഴയ കോട്ടയുടെ അവശേഷിപ്പുകളാണ്. സിറ്റി സെൻറ്ററിൽ തന്നെ ഉള്ള അതിബൃഹത്തായ ഒരു പാർക്കായിട്ട് ഇന്നത് നിലകൊള്ളുന്നുണ്ട്. 1-2 കോഫി ഷോപ്പുകളും സുവനീർ ഷോപ്പുകളൊക്കെ ആയിട്ട് അത്യാവശ്യം സമയം ചെലവിടാനുള്ള നല്ല വിസ്താരമുള്ള ഒരു ചെറിയ പാർക്കാണ്. ചെറിയ 1-2 കേവുകളെ പോലെയും അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് അറകളൊക്കെ പോലെയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. 1-2 ഗാർഡൻ, എക്സിബിഷൻ ഹാള്, അങ്ങനെ അത്യാവശ്യം സമയം ചെലവിടാനുള്ള ഏർപ്പാടുകൾ അവിടെയുണ്ട്. നീഷ് സിറ്റിയുടെ പല ഭാഗങ്ങളിലും ധാരാളം കോഫി ഷോപ്പുകളുണ്ട്. സിറ്റിയിലും എല്ലായിടത്തും കണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായ അനുഭവം എന്ന് പറയുന്നത്, എല്ലാം ഒരു സ്മോക്ക് ഹൗസ് പോലെയാണ്. എല്ലാവർക്കും എവിടെ ഇരുന്നും സിഗരറ്റ് വലിക്കാം. അപ്പോൾ കോഫി ഷോപ്പിൻ്റെ ഉള്ളിൽ ചെറിയ അടച്ചിട്ട റൂമുകളൊക്കെ ആണെങ്കിൽ കൂടി ആൾക്കാർ സ്മോക്ക് ചെയ്യും. അപ്പോൾ ഒരു സ്മോക്ക് ഹൗസാണ് അവിടെയുള്ള ഒട്ടുമിക്ക കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം. അവിടെ ഉണ്ടായിരുന്ന 1-2 ഷോപ്പുകളിൽ നിന്ന് സുവനീറുകളും ഒരു കോഫിയൊക്കെ കുടിച്ച് പാർക്കിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നു. യൂറോപ്പിൻ്റെ മറ്റ് പല ഭാഗങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിഷ് എന്നുള്ളത് അത്രത്തോളം ഡെവലപ്മെൻറ്റ് എത്തിച്ചേരാത്ത ഒരു പഴയ നഗരമായിട്ടാണ് ഫീൽ ചെയ്യുക. ഒരു വലിയ സമ്പന്ന രാഷ്ട്രമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കുറവുകളും അവിടെ കാണാനുണ്ട്. നല്ലൊരു ഓപ്പൺ മാർക്കറ്റായിരുന്നു. അവിടെ ഫ്ലവേഴ്സായും പച്ചക്കറികളായും ഡ്രസ്സുകൾ, അങ്ങനെ എല്ലാം ഒന്നിച്ച് അവൈലബിൾ ആയിരിക്കുന്നു വലിയൊരു മാർക്കറ്റ് അവിടെ കാണാം. ഏതായാലും വെജിറ്റേറിയൻ ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് രാത്രിയിലേക്കായി അത്യാവശ്യം ഫ്രൂട്ട്സുകൾ, ക്യാരറ്റ്, 1-2 വെജിറ്റബിൾ, പിന്നെ നിഷിൻ്റെ ഓർമ്മക്കായി അവിടെ 1-2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. പൊതുവേ ഇത്തരം ചെറിയ സിറ്റികളിൽ പോകുമ്പോൾ ഗൂഗിൾ മാപ്പിൽ പ്ലേസ് ടു വിസിറ്റ് നിയർ മീ എന്ന രീതിയിലാണ് ചെക്ക് ചെയ്യാറ്. അപ്പോൾ നിഷിൽ നിന്നും ഇതുപോലെ പ്ലേസ് ടു വിസിറ്റ് നിയർ മീ എന്നടിക്കുമ്പോൾ അടുത്ത് തന്നെയുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളും അല്ലെങ്കിൽ ചെറിയ മൊനുമെൻറ്റുകളും, അങ്ങനെ ചെറിയ ചെറിയ സജഷൻസേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കി 1-2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്ന രീതിയിൽ അടുത്തുള്ള കാഴ്ചകളും തടാകങ്ങളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. ഫോർട്രസിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു തടാകവും അതോടൊപ്പമുള്ളൊരു മാർക്കറ്റ്, ചെറിയ സ്ട്രീറ്റുകൾ, ഇതൊക്കെ തന്നെയാണ് നിഷിലെ പ്രധാന സിറ്റിയും അതിൻ്റെ ആകർഷണങ്ങളും. സിറ്റിയിലൂടെ നടക്കുമ്പോൾ സൈഡിൽ വഴിയോര കച്ചവടങ്ങളുണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകൾ, മാളുകൾ, അണ്ടർപേത്തുകൾ ഒക്കെ കാണാൻ പറ്റും. അവിടെ കണ്ട ഒരു മൊനുമെൻ്റാണ് സ്റ്റീഫൻ സെർമാക് ആൻഡ് കൽക്ക, 2 ഫ്രണ്ട്സുകൾ ഇരുന്ന് ചായ പിടിക്കുന്ന ഒരു മെറ്റാലിക് സ്കൾപ്ചർ. സിറ്റിയിലും സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. 1-2 ജ്യൂസ് കടകളിലും ഹോട്ടലുകളൊക്കെ കയറി. നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാവാനായിട്ടാണോ അല്ല അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാനായിട്ടാണോ അറിയില്ല. എവിടുന്നും ജ്യൂസൊന്നും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ പറയുമ്പോൾ അവരെന്തൊക്കെയോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് അത്രത്തോളം പരിചയമുള്ള സ്ഥലങ്ങളല്ല. എന്നാലും അടുത്തൊരു ഗ്രോസറി മാർക്കറ്റ് കയറി
അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ സിറ്റിയിലുള്ള നടത്തമൊക്കെ കഴിഞ്ഞു. അടുത്തതായിട്ട് സ്കൾ ടവർ. ഓട്ടോമൻ എംപററിൻ്റെ കാലത്ത് 1809 സെർബിയൻ പോരാളികളെ, സെർബിയൻ റിബൽസിനെ അടിച്ചൊതുക്കി അവരുടെ തല വെട്ടിവെച്ച് ആ തലയോട്ടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണിൽ തീർത്ത ഒരു പ്രത്യേക തരത്തിലുള്ള സ്തൂപം. ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓട്ടോമൻ എംപറർ ഇതുണ്ടാക്കിയിരിക്കുന്നത്. 1000ഓളം സെർബിയൻ ലിബറൽസിൻ്റെ തലയോട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കാലക്രമത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ച് ഇപ്പോൾ ഏകദേശം 54ഓളം തലയോട്ടികൾ ഇപ്പോഴും ആ ടവറിലുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ക്രൂരതയുടെ പര്യായമായും അതോടൊപ്പം സെർബിയൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പര്യായമായും ഒക്കെ ഈ ടവർ അറിയപ്പെടാറുണ്ട്. ഇവിടെ നിന്നും അല്പം ഉള്ളോട്ട് മാറിയാണ് അടുത്ത ഒരു പ്രധാന ടൂറിസ്റ്റ് പോയിന്റ്, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്. 1914കളിൽ ജർമ്മൻ അധിനിവേശത്തിൻ്റെയും നാസി ക്രൂരതകളുടെയും ഒക്കെ പര്യായമായിരിക്കുന്ന റെഡ് ക്രോസ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഇതൊരു പഴയ കെട്ടിടമാണ്. പെട്ടെന്ന് പുറമെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കെട്ടിടം എന്ന് മാത്രമേ തോന്നുള്ളൂ. പക്ഷെ അതിനുള്ളിൽ പോകുമ്പോൾ നമുക്ക് നാസിയുടെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു തരുന്ന ചെറിയ അറകൾ, ഇരുട്ട് റൂമുകൾ, നമ്മളിന്നത്തെ ഇടിമുറികൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചെറിയ ചെറിയ തടവറകൾ, ആകാശത്തേക്ക് എന്നുള്ള ഒരു ചെറിയ വെളിച്ചം മാത്രം അവൈലബിൾ ആയിരിക്കുന്ന, അപ്പോൾ എത്രത്തോളം ക്രൂരതകൾ ആ തടവറയിൽ ഉണ്ടായിരുന്നവർ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് എന്നതിൻ്റെ ചെറിയൊരു വിഷ്വൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂരതകളുടെയും മാറ്റങ്ങളുടെയും ഒക്കെ നാൾ വഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്യാവശ്യം ചരിത്രാന്വേഷികൾക്ക് വേണ്ടുന്നത്രത്തോളം ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്. അന്ന് ക്യാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ, പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ക്യാമറ, ടൈപ്പ് റൈറ്ററുകൾ, അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെ അത്യാവശ്യം ഇൻഫർമേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചധികം സമയം അവിടെ ചെലവഴിച്ചു. നിഷ് ആദ്യമേ പറഞ്ഞ പോലെ അധികം ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ചെറിയൊരു പട്ടണമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കണ്ടു തീർക്കാം. അതിലൂടെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജീർണിച്ച അവസ്ഥ, അല്ലെങ്കിൽ പ്രതാപം നശിച്ചിരിക്കുന്ന, അധികം മെയിൻ്റനൻസ് ഇല്ലാത്ത പഴയ നഗരങ്ങളെ, അവശിഷ്ടങ്ങൾ കാണാം. എന്നാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് താനും. അവിടെ നിന്നുള്ള ജ്യൂസ് ഷോപ്പിൽ ജ്യൂസൊക്കെ കുടിച്ച് ഡെൽറ്റ പ്ലാനറ്റ്, നിഷ് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്ന ഒരു പുതിയ തലമുറയുടെ മാള്, ഡെൽറ്റ പ്ലാനറ്റ്. രണ്ട് ദിവസമാണ് നിഷിൽ ഉദ്ദേശിച്ചത്. അടുത്ത 2 ദിവസം ബെൽഗ്രേഡിലാണ്, സെർബിയയുടെ തലസ്ഥാന നഗരിയായ ബെൽഗ്രേഡ്. നിഷിൽ നിന്നും 3-4 മണിക്കൂർ ബസ് യാത്രയാണ്. നിഷ് എക്സ്പ്രസ് എന്നൊരു ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിഷിലെ പ്രധാന ബസ് സ്റ്റേഷനിൽ നിന്നും ബെൽഗ്രേഡിലേക്കുള്ള ബസ് യാത്ര. ടിക്കറ്റ് വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊന്നും അല്ല, അവിടെ പോയാൽ തന്നെ ടിക്കറ്റ് കിട്ടും. എങ്കിലും അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ബെൽഗ്രേഡ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് നാരാസ് ലൈഫ് വ്ലോഗ്.